ഇതിന്റെ അകത്താണ്. എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ ഇതിന്റെ പുറത്താണ് ടാങ്ക്, ഇല്ലെങ്കിൽ ഇതിനെ വെച്ചിട്ടായിരിക്കും ടാങ്ക്. അങ്ങനെയല്ല. കൂളിംഗ് പ്രോസസ് കഴിഞ്ഞു, വാട്ടർ ടാങ്ക് പുറത്തെടുക്കുകയാണ്. അതിഗംഭീര കാഴ്ചയാണ്. കറക്റ്റ് ഈ കോർണറിൽ നോക്കിയാൽ മാത്രം നമുക്ക് ഈ ലെയർ വിസിബിൾ ആവുള്ളൂ. ഈ 5 ലെയർ 4 ലെയർ എന്നൊക്കെ പറയുമ്പോഴും കണ്ണിൽ പൊടിയിടുന്ന ഒരു സംഭവമാണ്. ഇതാണ് നമ്മളുടെ മൊത്തം ഒരു ടാങ്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു വേസ്റ്റേജ്. ഇത് ആക്ച്വലി 2 ആക്സിസിലാണ് കറങ്ങുക. ഒന്ന് എക്സ് ആക്സിസിലും കറങ്ങും, ഇതിനൊരു സെഡ് ആക്സിസിലും കറങ്ങും. എല്ലാ ടാങ്കിനും ബ്ലാക്ക് വളരെ മസ്റ്റാണ്. അതാണ് മോൾഡിന്റെ അകത്ത് ടോപ്പ് പാർട്ട്. ടാങ്ക് നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുക. ഇത് വെച്ചിട്ട് അടിച്ച് പൊളിക്കാനാണോ? ഒരു അടിച്ചടിച്ച് പൊളിച്ചോ, അടിച്ച് പൊളിക്ക്. ഓ സൂപ്പർ. പോരെ ഹെവി ആയിട്ട് അടിക്ക്. ഹെവി രാഹുലിനൊരു അടിക്കുന്ന ഒരു ഹെവിനെസ് പോരാ. അനന്തോ ഒന്ന് ഹെവി ആയിട്ട് അടിക്ക്. ഇനി അടിക്കും. നമ്മുടെയൊക്കെ ഒട്ടുമിക്ക വീടുകളിലും കാണുന്നതാണ് ഈ വാട്ടർ ടാങ്ക്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ വാട്ടർ ടാങ്ക് ഒക്കെ എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത്? എന്നാൽ അതിൻ്റെ കാഴ്ച കാണാനാണ് ഗ്രീൻ മാംഗോ കസിൻസ് പാലക്കാട് കഞ്ചിക്കോട് സ്കൈവെൽ അക്വ സൊല്യൂഷൻ വന്നിട്ടുള്ളത്. നമുക്ക് അകത്ത് ചെന്ന് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെല്ലാം കാണാം. സ്കൈവെൽ അക്വ സൊല്യൂഷന്റെ മാനേജിംഗ് പാർട്ണർ ആസിഫ് ബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. ബ്രോ നമസ്കാരം. ഹായ് രാഹുൽ. ഹായ് നമസ്കാരം. ഓക്കെ, ഞങ്ങൾക്ക് ഈ വാട്ടർ ടാങ്കിൽ മാനുഫാക്ചറിംഗ് കാണാൻ വളരെ ക്യൂരിയോസിറ്റിയോടെ വന്നാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് കാണാം. 2016 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. ഇപ്പോൾ 10ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു വളരെ ഒരു ചെറിയ രീതിക്ക് നമ്മൾ 500-750 മാത്രം മാനുഫാക്ചർ ചെയ്തൊരു കമ്പനിയാണ്. പിന്നെ ഓവർ ദ പീരീഡ് നമുക്ക് ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റിൻ്റെ സെഗ്മെൻറ്റ് നമ്മൾ കൂട്ടി. പിന്നെ ക്യാപ്സ്യൂൾ ടാങ്ക്, ലോഫ്റ്റ് ടാങ്ക്, അതുപോലെ നമ്മൾ കേരളത്തിൽ ഫസ്റ്റ് മാർബിൾ ഗ്രാനൈറ്റ് ഷീറ്റ് ടെക്സ്ചർ കോമ്പിനേഷൻ നമ്മൾ ടാങ്ക് ആ സമയത്ത് നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു. 2 years ബിഫോർ നമ്മളിവിടെ തന്നെ ഓൺ പ്രൊമേസിൽ തന്നെ നമ്മളൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് മാനുഫാക്ചറിങ് തുടങ്ങി. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ എല്ലാ സെഗ്മെൻറ്റ്സും എല്ലാ വെറൈറ്റീസും നമ്മളിപ്പോൾ ഇൻഹൗസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കഞ്ചിക്കോടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഇതാണ് റൊട്ടേറ്റിംഗ് മോൾഡിംഗ് മെഷീൻ. വലിയൊരു ഓവനാണ്. നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ നിർമ്മിച്ചെടുക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ അതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഹീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു മെഷീൻ. 1000ന്റെ 2 ടാങ്കാണ് ഇവിടെ മാനുഫാക്ചറിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു PLC കൺട്രോൾ പാനലാണ്. എല്ലാം നമ്മൾ കൺട്രോൾ പാനൽ വഴിക്കാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഒന്നും മാനുവലി അല്ല. എത്ര സ്പീഡ് വേണം, എത്ര ടെമ്പറേച്ചർ വേണം, എത്ര RPM ഇത് കറങ്ങണം, എല്ലാം പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഒരു പ്രോസസ്സാണ്. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത്. ഭയങ്കര ഫൈൻ പൗഡേഴ്സ് ആണ്. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, അങ്ങനത്തെ മെറ്റീരിയൽസ് എടുത്തിട്ട് നമ്മൾ ടാങ്കിന്റെ ഇൻലെറ്റിലേക്ക് നമ്മളിത് ഫീഡ് ചെയ്യുക. ഇതിനകത്ത് വാട്ടർ ടാങ്ക് ഉണ്ടാക്കാനുള്ള മോൾഡ് കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. 2 ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. അത് പ്രോപ്പറായിട്ട് ഈ ഹോള് വരുന്ന പോലെ അലൈൻ ചെയ്തിട്ടാണ് ഈ ഫണൽ ഉപയോഗിച്ച് ഇവിടെ ഫിറ്റ് ചെയ്ത് നേരെ റോ മെറ്റീരിയൽ അകത്തിടുന്നത്. നമ്മൾ ഇതിനകത്ത് മെറ്റീരിയൽ ഇട്ട ശേഷം നമ്മൾ ഹീറ്റ് ചെയ്യും. ഈ മെറ്റീരിയൽ ഈ ഹീറ്റ് കൊണ്ട് ഇതെങ്ങനെ മെൽറ്റാവും. ഇത് മെൽറ്റായി ഈ മോൾഡിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നതാണ് ഇത് ചെയ്യുക. ഇത് പറ്റിപ്പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മോൾഡിൻ്റെ കംപ്ലീറ്റ് ലെയറിൽ ഹോളോ സ്പേസ് ആയിട്ട് ഇങ്ങനെ പറ്റിപ്പിടിക്കും. ആക്ച്വലി ഇത് ശരിക്കും ഇതിനകത്താണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ അകത്താണ്. എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ പുറത്താണ് ടാങ്ക്, ഇല്ലെങ്കിൽ ഇതിനെ വെച്ചിട്ടായിരിക്കും ടാങ്ക്. അങ്ങനെയല്ല, ഇതിനകത്താണ് ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. ഈ മോൾഡിന് അകത്ത് നമ്മൾ മെറ്റീരിയൽ ഇടും, ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അകത്ത് ഇതിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ടാങ്ക് നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുക. ഈ ലെയർ ബൈ ലെയർ എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഈ മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ലെയർ ഇട്ട് ഹീറ്റ് ചെയ്ത് അതിനെ നമ്മുടെ മോൾഡിലേക്കെല്ലാം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കും. വൺസ് അതൊരു സെറ്റിംഗ് ടൈം കഴിഞ്ഞ ശേഷം നമ്മൾ സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്യും. അതിനെയും അതിൻ്റെ മേലെ തന്നെ നമ്മൾ കോട്ട് ചെയ്യും. ദെൻ തേർഡ് ലെയർ. ഇങ്ങനെ 2-3 ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ഇത് ആക്ച്വലി 2 ആക്സിസിലാണ് കറങ്ങുക. എക്സ് ആക്സിസിലും കറങ്ങും, ഇതിനൊരു സെഡ് ആക്സിസിലും കറങ്ങും. എക്സിലും സെഡിലും കറങ്ങിയാൽ മാത്രമേ ഈ മെറ്റീരിയൽ ഈവൺ ആയിട്ട് ഫില്ല് ചെയ്യുള്ളൂ. ഒരു പക്ഷേ ഇപ്പോൾ ഒരു ആംഗിളിൽ മാത്രമാണ് കറങ്ങുന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ഏതെങ്കിലും ഒരു സൈഡിൽ സെഡിമെൻ്റ് ആവും. അപ്പോൾ അങ്ങനെ സെഡിമെൻ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി വേറൊരു സൈഡ് വീക്ക് ആവും. ടാങ്കിൻ്റെ വേറൊരു പാർട്ട് വീക്കാവും. അപ്പോൾ ക്രാക്സും ഡാമേജസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും ഇത് കഴിഞ്ഞില്ല. ഈ ഷേപ്പിലേക്ക് വന്ന് ഇത് നമുക്ക് പുറത്തെടുക്കണം. ഒരിക്കലും ഇത് പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനെ കൂൾ ചെയ്യും. അതും സഡൻ കൂളിംഗ് പറ്റില്ല, വാട്ടർ കൂളിംഗ് പറ്റില്ല. കാരണം സഡൻ കൂളിംഗ് ആകുമ്പോൾ ഷ്രിങ്കേജ് ഭയങ്കരമായിട്ട് പെട്ടെന്നതാണ്. ഒരു സ്ലോ കൂളിംഗ് പ്രോസസ്സാണ് ഇതിൽ നടക്കുക. സ്ലോ കൂളിംഗ് ആൻഡ് സ്റ്റഡി ആയിട്ട് നമ്മൾ കൂൾ ചെയ്തെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഹീറ്റായ ഒരു പ്ലാസ്റ്റിക് കൂൾ ചെയ്യുമ്പോൾ ചെറിയൊരു ഷ്രിങ്കേജ് വരും. ചെറിയ ഷ്രിങ്കേജേ പാടുള്ളൂ. ആ ചെറിയ ഷ്രിങ്കേജ് വന്ന ശേഷം ഇതിൻ്റെ ഈ നട്ട്സ് ആൻഡ് ബോൾട്സ് നമ്മൾ അഴിച്ചിട്ട് ടോപ്പ് പാർട്ട് നമ്മൾ റിമൂവ് ചെയ്യും. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുമ്പോൾ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ടാങ്ക് ഷ്രിങ്കേജ് ആയി ഈസി ആയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാവും. അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും 3 ലെയർ ഒരു വൈറ്റ് ടാങ്ക് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ വലിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഭയങ്കര സ്മൂത്ത് ഫ്ലോയിലാണ് ഇത് വരുന്നത്. എടുത്ത് ഫിസിക്കൽ ഡാമേജസ് ആണ് ഫസ്റ്റ് നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ഫിസിക്കലി ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷ്വൽ ഇതുണ്ടാകും. ഈ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കും. നമ്മൾ ലിഡിന് വേണ്ടിയിട്ടുള്ള സൈസിൽ ചെയ്തെടുക്കും. ഇതാണ് നമ്മൾ
നമ്മളുടെ മൊത്തം ഒരു ടാങ്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു വേസ്റ്റേജ് ഒരു ഹാർഡ്ലി ഒരു 150 to 250 grams ആണ് ഓരോ ടാങ്കിന് വേസ്റ്റേജ് വരിക. ഇപ്പോൾ നമ്മൾ ഈ ടാങ്ക് ഒന്ന് നോക്കിയാൽ ടാങ്ക് ഈസ് കംപ്ലീറ്റ്ലി റെഡി. ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും 3 ലെയർ, അകത്ത് വൈറ്റ് ലെയർ, സെൻറ്ററിൽ ഒരു ബ്ലാക്ക് ലെയർ, ദെൻ പുറത്ത് വീണ്ടും ഒരു വൈറ്റ് ലെയർ. മാത്രമല്ല അതിൻ്റെ ഷേപ്പ് ഒക്കെ വളരെ വൃത്തിയായിട്ടാണ് വന്നിട്ടുണ്ട്. കാരണം എഡ്ജ് ആയാലും കട്ടിങ് ആയാലും വളരെ നീറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല വലിയൊരു കാര്യം, നമ്മൾ ഏതൊരു പ്രൊഡക്ഷൻ പ്ലാന്റിൽ പോയാലും അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ വേസ്റ്റുകളായിരിക്കും. പക്ഷേ ഇവിടെ വെറും ഇത്രയേ വേസ്റ്റ് വരുന്നുള്ളൂ. ഇത്രയും വലിയ വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ചെറിയ 100 ഗ്രാമിൻ്റെ അത്രയും വേസ്റ്റ് പ്രൊഡക്ഷൻ വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിലൊരു പോയിന്റ് കൂടി പറയണത്, ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫിനിഷിനെ പറ്റി എന്തുകൊണ്ടാണ് ഇത്രയും ഫിനിഷ് ഇത്രയും നമുക്കൊരു ഇത് കിട്ടുന്നത് വെച്ചാൽ നമ്മളിത് SS304ൻ്റെ സ്റ്റീൽ ഗ്രേഡാണ് യൂസ് ചെയ്യുന്നത്. ജിൻഡാലിൻ്റെ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു കെമിക്കൽ പ്രോസസ്സ് കഴിഞ്ഞൊരു മോൾഡും കൂടിയാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞത് കൊണ്ടുള്ള റിസൾട്ടാണ് നമ്മുടെ ടാങ്കിലേക്കുള്ള ഷൈനിങ്ങും ഈ ബ്രൈറ്റ്നസ് ഇത് വരുന്നത്. നോർമലി നമ്മൾ പല വീടുകളിലും ടാങ്കിൻ്റെ മുകളിൽ വൈറ്റ് ടാങ്ക് ആയിരിക്കും വെച്ചിരിക്കുക. പക്ഷേ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറി അല്ലെങ്കിൽ ഒരു ചളി പിടിച്ച പോലെ അങ്ങനത്തെ ഒരു ഫീൽ വരും. യെല്ലോ കളറാവും അല്ലെങ്കിൽ ഷെയ്ഡ് വരും. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇതിന് പിൻ ഹോൾസ് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. ഇത് വളരെ കുറവായിരിക്കും നമ്മുടെ ടാങ്ക് സംബന്ധിച്ചിടത്തോളം. അത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും നമ്മളുടെ മോൾഡിൻ്റെ ഫിനിഷും മിക്സ് ആകുമ്പോഴാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. ഈ പിൻ ഹോൾസിൻ്റെ അകത്ത് ഈ ചളിയും അല്ലെങ്കിൽ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ളിൽ കയറി സെഡിമെൻ്റ് ആകുമ്പോഴാണ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഈ കളറ് ഫെയ്ഡായ പോലെയും അല്ലെങ്കിൽ ചളി പിടിച്ച പോലെയൊക്കെ. നമ്മുടെ ടാങ്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു വലിയൊരു പ്രോബ്ലം നമുക്ക് ഇതുവരെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. ഈ 3 ലെയർ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി വരുന്നത്? ബ്ലാക്ക്, എല്ലാ ടാങ്കിനും ബ്ലാക്ക് വളരെ മസ്റ്റാണ്. ബിക്കോസ് ബ്ലാക്കിലാണ് നമുക്ക് കാർബൺ ഉണ്ടാവുക. ഈ കാർബൺ ഡെപ്പോസിറ്റ് മാക്സിമം കിട്ടുന്നത് ഇതാണ്. ഈ കാർബൺ ഡെപ്പോസിറ്റിന് നമുക്ക് UV റിപ്പലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഈ ബ്ലാക്കിനകത്ത് വിസിബിലിറ്റിക്ക് വേണ്ടി അകത്ത് എന്ത് ചെയ്യും, ഒരു വൈറ്റ് ലെയറോ ഒരു ബ്ലൂഷ് ടോണൊക്കെ ആയിട്ട് പല കമ്പനീസ് പലതും ചെയ്യാറുണ്ട്. അപ്പോൾ 2 ലെയർ. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഹീറ്റാണ്, എക്സ്ട്രീം ടെമ്പറേച്ചർ. സമ്മറൊക്കെ ആകുമ്പോൾ നമുക്ക് 40, 42, 44, 45 വരുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വെള്ളം ചൂടാവും. ബ്ലാക്ക് ടാങ്കിൻ്റെ ഇത് UV റിപ്പലൻ്റ് ആണെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷനാണ്. വെള്ളം നമുക്ക് ടാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചുടുവെള്ളമായിരിക്കും നമുക്ക് വരാം. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനെ ഒരു പോകുമ്പോഴാണ് മുകളിൽ വീണ്ടും നമ്മളൊരു വൈറ്റ് ലെയറും കൂടി നമ്മൾ കൊടുക്കുന്നത്. ആ വൈറ്റ് ലെയർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹീറ്റ് അബ്സോർബ് ചെയ്യില്ല. ഒരു പരിധി വരയ്ക്കും ഒരു 40-45% അല്ലെങ്കിൽ 50% ഹീറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക. സോ നോർമലി നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണോ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സെയിം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് അത് ഔട്ട്പുട്ട് എടുക്കാനും പറ്റും. വാട്ടർ ടാങ്കിന്റെ മാനുഫാക്ചറിങ് കഴിഞ്ഞു. ഇതിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാനാണ് വാട്ടർ ടാങ്ക് എടുത്തത്. മുകളിൽ നിൽക്കുന്നത് പ്രൊഡക്ഷൻ ഷെഡ്. അതിൻ്റെ സ്ട്രെങ്ത് ഇപ്പോൾ കാണിച്ചു തരും. വാട്ടർ ടാങ്ക് മുകളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്തായി? പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടൊന്നുമില്ല. കല്ല് കുത്തിയതിന്റെ ചെറിയൊരിതേ അതേ ഉള്ളൂ, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ചാലഞ്ച് ചെയ്താണ് ക്വാളിറ്റി എത്ര ഉണ്ടാവും നോക്കാൻ. ആസിഫ് ബ്രോ നേരെ മുകളിൽ നിർത്തി താഴെയിട്ട് റാപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഗോഡൌണിൽ കയറി. ഫുള്ള് ടാങ്ക് ആണല്ലോ ഇത്. ഏതൊക്കെ സൈസ് ഉണ്ട്? നമുക്ക് എല്ലാ സൈസും ഉണ്ട്. ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം എല്ലാ സൈസ് ഉണ്ട്. 500 മുതൽ 10,000 ലിറ്റർ. അതായത് 10,000 ലിറ്ററിൻ്റെ ടാങ്കാണ്. 10,000, ഇത് 3,000, ഇത് 5,000. ഇത് നമ്മുടെ സെൽഫ് ക്ലീനിങ്ങിൻ്റെ ടാങ്കാണ്. സൂപ്പർ ക്ലീനിങ് ആണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന പേര്. നോർമൽ ഒരു ടാങ്കിൻ്റെ ബേസിൽ കുറേ വെള്ളം നിൽക്കും. അതൊരു കഴുകാൻ ഒരു വലിയ ടാസ്ക്കാണ്. പലപ്പോഴും കുട്ടികളെ അകത്തിറക്കി വിട്ട് അത് വാഷ് ചെയ്ത് അങ്ങനെയൊക്കെ വരും. പക്ഷേ ഈ സെൽഫ് ക്ലീനിങ്ങും അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒക്കെ എന്താ വെച്ചാൽ താഴത്തൊരു കോണിക്കൽ ഷേപ്പാണ് വരിക. ഈ കോണിക്കൽ ഷേപ്പിൽ ഈ വെള്ളം അതിൽ കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ടാണ്. സ്ത്രീകൾക്ക് വന്ന് ജസ്റ്റ് ഒന്ന് വാൾവ് ഓപ്പൺ ചെയ്ത് നേരെ മോട്ടർ ഓൺ ചെയ്താൽ കംപ്ലീറ്റ് അത് ക്ലീനായി കംപ്ലീറ്റ് ഫിനിഷ് ആകും. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കാണുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ആ പ്ലംബിംഗ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ചെയ്തിട്ടായിരിക്കും വരിക. നമുക്കൊരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ഓൺ ചെയ്ത് വിട്ടാൽ ഓട്ടോമാറ്റിക്കലി അത് സെൽഫ് ക്ലീൻ ചെയ്യുന്ന ഒരു ടാങ്ക് കൂടിയാണ് ഇതുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ വെറൈറ്റീസ് ഓഫ് 500 മുതൽ 5,000, 10,000 ലിറ്റർ വരെയുള്ള ടാങ്കുകളുണ്ട്. അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് 20,000 വരെയും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് മെയിനായിട്ട് കാര്യം അറിയേണ്ടത്, നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് പല ഭാഗങ്ങളിലും വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർക്ക് ഈ ടാങ്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് എല്ലാവരുടെയും നമുക്ക് എല്ലാ ജില്ലകളിലും ഡീലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. അപ്പോൾ ഇവർ വിളിക്കുകയാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു 1 or 2 ഡേയ്സിൽ തന്നെ നമുക്ക് സപ്ലൈ കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ചെയ്തു തരാൻ പറ്റും. നമുക്ക് എല്ലാ ടാങ്കുകളും നമ്മൾ 10 വർഷമാണ് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിക്ക് 10 വർഷം വാറണ്ടി, അതിൽ 1 വർഷം റീപ്ലേസ്മെൻറ്റും 9 വർഷം സർവീസ് വാറണ്ടിയാണ്. ബാക്കി ഇതെല്ലാം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. നമുക്ക് എല്ലാ ടാങ്കുകളും നമുക്ക് റീപ്ലേസ് ചെയ്ത് തരും. എന്തെങ്കിലും ഒരു ഇഷ്യൂസോ മറ്റതുണ്ടെങ്കിൽ നമ്മൾ 10 വർഷത്തിൽ നിങ്ങൾ വാറണ്ടി കാർഡും ബില്ലും കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പുതിയൊരു ടാങ്ക് ആയിരിക്കും നമുക്ക് തരും. പാലക്കാട് കഞ്ചിക്കോട് സ്കൈവെൽ അക്വാ സൊല്യൂഷനിൽ വന്നു. വ്യത്യസ്ത തരമുള്ള ടാങ്കിന് മാനുഫാക്ചറിങ് കണ്ടു. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റി ചെക്കുകൾ കണ്ടു. എങ്ങനെയാണ് ടാങ്ക് ചൂസ് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ വീഡിയോയിലൂടെ മനസ്സിലാക്കി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.